മത്സരവേദികളിൽ തളർന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് താങ്ങായും തുണയായും 24 മണിക്കൂറും ആംബുലൻസും ട്രോമാ കെയറും കലോത്സവ വേദിയിലുണ്ട്. കലോത്സവ നഗരിയിൽ അടിയന്തരാവശ്യം വരുന്ന ഏതൊരാൾക്കും സഹായത്തിന് സൗജന്യ സേവനവുമായി ഇവർ സദാ കർമ്മനിരതരാണ്. ചികിത്സ ആവശ്യമുള്ളവരെ ആശുപത്രികളിലേക്കും ഇവർ തന്നെ എത്തിക്കും. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ കീഴിൽ സൗജന്യ സേവനമാണ് 24 മണിക്കൂറും നൽകുന്നത്. കനത്ത ചൂടും മറ്റു പ്രശ്നങ്ങളും കാരണം വേദികളിൽ മത്സരശേഷം കുഴഞ്ഞു വീഴുന്ന മത്സരാർത്ഥികൾക്കും കലോത്സവ നഗരിയിലെ ശുശ്രൂഷ ആവശ്യമുള്ള ആർക്കും കലോത്സവ നഗരിയിൽ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകും. വിദഗ്ധ ചികിത്സ ആവശ്യമായവരെ ട്രോമാ കെയറിന്റെ സഹായത്തോടെ ആശുപത്രിയിലേക്കും എത്തിക്കും. ഇവിടെ നമ്മൾ കലോത്സവം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെ 50ഓളം വളണ്ടിയർ ഷിഫ്റ്റിലായിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പരിപാടി ആരംഭിച്ച് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി എപ്പോഴാണ് അവസാനിക്കുന്നത്, അത് 3 മണിക്ക് 2 മണിക്കാണ്. അതുവരെ നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ അവർക്ക് കണ്ട ഫസ്റ്റ് എയ്ഡ് നൽകും. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഇവിടുന്ന് നൽകാൻ കഴിയാത്ത രോഗികളാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ ഇവിടെ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിന് AODAയുടെ 2 ആംബുലൻസും അതുപോലെ തന്നെ ട്രോമാ കെയറിൻ്റെ ആംബുലൻസും 24 മണിക്കൂർ, അതായത് ഞങ്ങൾ വാഹനങ്ങൾ 3 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് നിർത്തിയിരുന്നത്. ഇവിടെ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ എല്ലാ സേവനത്തിനായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിലും മറ്റുമായിട്ട് നമ്മുടെ ട്രോമാ കെയറിൻ്റെ 50ഓളം വളണ്ടിയേഴ്സ് എല്ലാ വേദികളുടെ അടുത്തും എല്ലാ പരിസരത്തും ഗേറ്റുകളും എല്ലാം ഫുൾ ടൈം സജീവമായിട്ട് തന്നെ ഞങ്ങളുണ്ട് ഇവിടെ. ട്രോമാ കെയർ കോട്ടക്കൽ യൂണിറ്റിന് കീഴിലെ പ്രവർത്തകരാണ് കലോത്സവ നഗരിയിൽ സൗജന്യ സേവനവുമായി ആംബുലൻസ് ഡ്രൈവർമാർക്കൊപ്പം നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എല്ലാ ട്രോമാ കെയർ യൂണിറ്റുകളിൽ നിന്നുമായി 50ഓളം വോളണ്ടിയർമാർ കലോത്സവ നഗരിയിൽ കർമ്മനിരതരായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ തന്നെയാണ് സർവീസ്, ഫ്രീ സർവീസാണ്. പ്രാവശ്യം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ സംഘടന ഉണ്ട്, AODA സംഘടന ഉണ്ട്. ആ സംഘടന കീഴിലാണ് ഞങ്ങൾ 2 വണ്ടി ഇവിടെ കലോത്സവത്തിന് ഓടിക്കുന്നുണ്ട്. 5 ദിവസം ഞങ്ങൾ തന്നെയാണ് കുഴപ്പങ്ങളായി പോകുന്നുണ്ട്. സീരിയസ് ആയിട്ട് വരുന്നവരാണോ ഹോസ്പിറ്റലിൽ? അതെ 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 സീരിയസ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അത് ഏൽക്കില്ല എന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷനാണ് സൗജന്യ സേവനത്തിനായി ആംബുലൻസ് വിട്ടു നൽകിയത്. പരിചയസമ്പന്നരായ ഡ്രൈവർമാരെയും വിട്ടു നൽകി. റഷീദ്, സാബിത്ത് എന്നിവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. കഴിഞ്ഞ വർഷം കോട്ടക്കലിൽ കലോത്സവം നടക്കുമ്പോഴും സേവന സജ്ജരായി ഇവർ ഇവിടെയുണ്ടായിരുന്നു. കലോത്സവ നഗരിയിൽ നിന്ന് ടീം കേരള വിഷൻ.